പാത്രം അറിഞ്ഞ ഭിക്ഷ വിളമ്പാവൂന്ന് പഴമക്കാര് പറയും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പല വട്ടം ഞാൻ പറഞ്ഞിട്ട് അവളെ നന്നാക്കാൻ നോക്കരുതെന്ന്. അനുഭവിച്ചോ? പിറകെ നടന്ന് മാപ്പ് പറഞ്ഞോ? ഇനി ഒരു കാര്യത്തിന് എന്നെ വിളിച്ചേക്കരുത്. സങ്കടം പറഞ്ഞോണ്ട് വരികയും വേണ്ട. കേട്ടല്ലോ? ആദ്യം സത്യം സത്യമായി തന്നെ പറയുന്നു, എന്നെ വാനോളം പുകഴ്ത്തുന്നു. അതെല്ലാം കഴിഞ്ഞ് സത്യം അതല്ലായിരുന്നുവെന്നും ആ ധീരകർമ്മം ചെയ്യിച്ചത് ചാരുവാണെന്നും ചാരു തന്നെ അനുവിനെ കൊണ്ട് പറയിപ്പിക്കുന്നു. എങ്ങനെയുണ്ട് പരിപാടി? എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്യാത്ത സൽക്കർമ്മത്തിന്റെ ക്രെഡിറ്റ് പിടിച്ചു പറ്റുന്നവളാണ് ഞാനെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവളുമാര് രണ്ടുപേരും ചേർന്ന് നടത്തിയ കള്ളക്കളിയാ ഇന്നിവിടെ ഈ പൊളിഞ്ഞു വീണിരിക്കുന്നത്. ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? അയ്യേ, എന്ത് പണിയാ ചാരു നീയെ കാണിക്കുന്നത്? നിന്റെ മുഖത്തോടെ ഇങ്ങനെ ആ കണ്ണീരൊഴുകി ഇറങ്ങുന്നത് കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? ഒരു ശരാശരി മലയാളി പെണ്ണ് കൊതിക്കുന്നത് പോലെ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായിട്ട് കഴിയുന്ന ഒരു കുഞ്ഞു കുടുംബം സ്വപ്നം കാണുന്നവളല്ല ഈ ശ്രേയ. ഒരു മിഡിൽ ക്ലാസ് പെണ്ണ് ആഗ്രഹിക്കുന്നത് പോലെ ജോലിയിലെ പ്രമോഷനും ഉന്നത സ്ഥാപനങ്ങളും എന്റെ പാഴ് സ്വപ്നങ്ങളിൽ പോലുമില്ല. ഒരപ്പർ ക്ലാസ് പെണ്ണിനെ പോലെ വിഷണറിയസും അല്ല ഞാൻ. പണവും പത്രാസും അത്യാഡംബരവും ഒന്നും എന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല. പക്ഷേ ഐ ആം അംബീഷ്യസ്. ഒരു സ്വപ്നമുണ്ട് എനിക്ക്. അത് എന്താണെന്നറിയോ നിനക്ക്? മരണം വരെയും കണ്ണീരുണങ്ങാത്ത നിന്റെ ഈ മുഖം. ഇപ്പൊ കഴിഞ്ഞ സംഭവത്തിന്റെ ഒരു ഏകദേശ ധാരണ എനിക്ക് കിട്ടി. അനുവിനെ രക്ഷിച്ചത് ഞാനാണെന്ന് നീ പുറം ലോകത്തെ അറിയിച്ചതില് ഒരു ദുരൂഹതയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പൊ സത്യം പുറത്തു വന്നത്, അതില് നീ നിരപരാധിയാണ്. അതും എനിക്കറിയാം. പിന്നെന്തിനാ ശ്രേയ എല്ലാവരുടെ മുൻപിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? നിന്നെ കരയിക്കാൻ. പറഞ്ഞില്ലേ? ഞാൻ മോഹിച്ച ജീവിതം സ്വന്തമാക്കിയ നിന്നെ, ഞാൻ മനസ്സിൽ താലോലിച്ച സ്വപ്നങ്ങൾക്കിടയിലേക്ക് വന്നു കയറി എന്നെ വിളിച്ചുണർത്തിയ നിന്നെ, കിട്ടുന്ന ഓരോ അവസരവും മുതലെടുത്ത് ഞാൻ തൊലച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ഭർത്താവിന്റെ സ്ഥാനത്ത് കണ്ട ഒരുത്തൻ മറ്റൊരു പെണ്ണുമായിട്ട് കിടപ്പറ പങ്കിടുന്നത് കാണേണ്ടി വരുന്ന ഒരു പെണ്ണിന്റെ ചങ്കിടിപ്പിന്റെ താളം തെറ്റുന്നത് നീ അനുഭവിച്ചിട്ടുണ്ടോ?
അനുഭവിക്കണം. എന്നാലേ അറിയാൻ പറ്റൂ. ഉള്ളൊരു വെപ്രാളമുണ്ട്. കാണെ കാണെ നെഞ്ചിൽ പടർന്നു കയറുന്ന ഒരു തീയുണ്ട്. കാലം കടന്നു പോയാൽ പോലും ആ തീ കെട്ടടങ്ങി പോവാതിരിക്കാനാണെടി ഞാൻ അരവിന്ദന്റെ ഒരു താലിച്ചരടും കടം വാങ്ങി ഈ വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നീ ചെയ്ത ഒരു മഹാസംഭവത്തിന്റെ ക്രെഡിറ്റ് നിസ്സാരമായി പരസ്യമായി തന്നെ എന്റെ സ്വന്തം പേരിലേക്ക് എഴുതി ചേർത്തത്. ഇനി കളികൾ കടുപ്പിക്കുക ശ്രേയ. താങ്ങില്ല നീയും നിന്റെ ആകാശം. ഈ ഭൂമിയിൽ പിറന്നതേ മഹാപാപമെന്ന് സ്വന്തം ജന്മത്തെ ശപിക്കുന്ന ഒരു നാള് വരും നിനക്ക്. കാത്തിരുന്നോ നീ. ചെല്ല്, പുന്നാര എടുത്തി ചേർത്ത് പിടിച്ച് ഒന്ന് ആശ്വസിപ്പിക്ക്. എന്നിട്ട് സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോ, ഈശ്വരാ ഭഗവാനെ, ശ്രേയ ചേച്ചി ഒറ്റി എനിക്ക് ഒരാപത്തും വരുത്തരുതേന്ന്. ആ പ്രാർത്ഥന ഫലിച്ചില്ലെങ്കിലേ നിന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് കൂട്ടിക്കും. വല്ല കാര്യം ഉണ്ടായിരുന്നു. സത്യം വിളിച്ചു പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് നേടി? ശ്രേയ അതിന് പ്രതികാരം ചെയ്യും, ഉറപ്പ്. പോവാൻ പറയേച്ചി, അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. ഇത് എന്റെ വീടാ, അതോർത്ത് അവൾക്ക് കൊള്ളാം. നോക്കാനോ, ശ്രേയ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ. അവള് പ്രതികാരം ചെയ്യാൻ വന്നാലും നമുക്ക് ഒഴിഞ്ഞു മാറിപ്പോവാം. ഓഹോ, ഇങ്ങോട്ട് തലയിൽ കയറാൻ വന്നാലും അങ്ങോട്ട് തല കുനിച്ചു കൊടുക്കണം അല്ലേ? ചേച്ചിയുടെ ഈ പോളിസിയാ അവക്ക് വളമായിട്ട് മാറുന്നത്, അറിയോ ചേച്ചിക്ക്? നോക്കുമോളെ, നമുക്ക് മുന്നിലുള്ളത് ശ്രേയ എന്ന പെണ്ണ് മാത്രമല്ല, അരവിന്ദേട്ടന്റെ ജീവിതം കൂടിയാ. നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി അവരുടെ ജീവിതത്തിൽ ഒരു കരട് വീഴ്ത്തരുത്. പിന്നെ ഒട്ടും കരടില്ലാതെയാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത്. നമ്മളൊക്കെ കണ്ണുകൂട്ടികളല്ലേ. എല്ലാം ശരിയാവാനോ? നമ്മളവിടെ മത്സരത്തിന് നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഞാൻ കാരണം നിനക്കൂടി മാപ്പ് പറയേണ്ടി വന്നു. അതാ എനിക്ക് വിഷമം.